നമസ്കാരം. ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 13/5/2026 ബുധനാഴ്ചത്തെ റബ്ബർ വിലകൾ. റബ്ബർ വിലകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് തന്നെ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. നമുക്ക് ആദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 260 രൂപ. RSS-5 1 കിലോയ്ക്ക് 256 രൂപ. ISNA 20 1 കിലോയ്ക്ക് 211 രൂപ. ലാറ്റക്സ് 60% 162 രൂപ 75 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS-4 1 കിലോയ്ക്ക് 260 രൂപ. RSS-5 1 കിലോയ്ക്ക് 256 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 249 രൂപ. ലോട്ട് 1 കിലോയ്ക്ക് 210 രൂപ മുതൽ 215 രൂപ വരെയും. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 157 രൂപ. 60% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 117 രൂപ 75 പൈസ. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS-3 1 കിലോയ്ക്ക് 256 രൂപ 50 പൈസ. RSS-4 1 കിലോയ്ക്ക് 256 രൂപ. 5 249 രൂപ. ലോട്ടിന് 217 രൂപ. ഒട്ടുപാൽ 153 രൂപ വരെയും. ഇനി നമുക്ക് വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS-1 1 കിലോയ്ക്ക് 284 രൂപ 94 പൈസ. RSS-2 1 കിലോയ്ക്ക് 283 രൂപ 18 പൈസ. RSS-3 1 കിലോയ്ക്ക് 281 രൂപ 56 പൈസ. RSS-4 1 കിലോയ്ക്ക് 280 രൂപ 68 പൈസ. RSS-5 1 കിലോയ്ക്ക് 280 രൂപ 24 പൈസ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 252 രൂപ. RSS-5 1 കിലോയ്ക്ക് 248 രൂപ. ISS 1 കിലോയ്ക്ക് 205 രൂപ മുതൽ 205 രൂപ 50 പൈസ വരെയും. ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് 70% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 138 രൂപ മുതൽ 151 രൂപ വരെയും. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 225 രൂപ. 25% DRC ഉള്ള 200 ലിറ്റർ ഉള്ള പാലിന് 11,250 രൂപ. 30% DRC ഉള്ളതിന് 13,500 രൂപ. 35% DRC ഉള്ളതിന് 15,750 രൂപ. 40% DRC ഉള്ളതിന് 18,000 രൂപ. അപ്പോൾ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ലാറ്റക്സ് 60%-ന് 1 രൂപ 5 പൈസ വർദ്ധിച്ചിട്ടുണ്ട്. ലൂസിൻ്റെ വിലയിൽ 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു. ഇനി കർണാടകയിലെ വില നോക്കിക്കഴിഞ്ഞാൽ RSS-3ക്ക് 2 രൂപ വർദ്ധിച്ചു. 4-ന് 2 രൂപ വർദ്ധിച്ചു. 5-ന് 1.5 രൂപ വർദ്ധിച്ചു. ലോട്ടിനും ഒട്ടുപാലിനും 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇനി വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ വിദേശത്ത് റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ്. കേരളത്തിലും റബ്ബർ വില കൂടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാ ദിവസവും റബ്ബർ വില രാവിലെയും വൈകുന്നേരം റബ്ബർ ന്യൂസും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ എല്ലാ വീഡിയോകളും എത്തിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ റബ്ബറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. റബ്ബർ വില കൂടിയ ഈ സമയത്ത് രാസവളങ്ങളുടെയും വില കൂടുന്നു. റെയിൻ ഗാർഡിങ്ങിൻ്റെയും പശകളുടെയും വില കൂടുന്നു. അപ്പോൾ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ആശങ്കയിലാണ്. അപ്പോൾ കാരണം പലരും ഇപ്പോൾ ടാപ്പിംഗ് ആരംഭിച്ചിട്ടില്ല. അപ്പോൾ ഇരട്ടി ചിലവാണ് ഇപ്പോൾ വരുന്നത്. ആദ്യം നമ്മൾ കാടൊക്കെ എടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഈ ടാപ്പിംഗ് ആരംഭിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇപ്പം വളം ഇടേണ്ടതായിട്ട് വരുന്നുണ്ട്. റെയിൻ ഗാർഡിങ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ചിലവുകളാണ് ഈ ടാപ്പിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എങ്ങനെ ആയാലും ഒരു 2 ആഴ്ച സമയമെടുക്കും. അതിനുശേഷം റബ്ബർ വില ഇനി കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളത് കൃത്യമായിട്ടൊന്നും ഇപ്പോൾ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം വിദേശ വില കൂടിയിട്ട് ഇപ്പോൾ കുറഞ്ഞു നിൽക്കുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം. കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 721 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 1 കിലോയ്ക്ക് 701 രൂപ. കുരുമുളക് പുതിയത് 1 കിലോയ്ക്ക് 691 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.